പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് ബേബി മഞ്ഞിൽ ഔസപ്പ്. എന്നെ പലർക്കും അറിയുന്നുണ്ടാവും. ഇത് തേജൽ ബിഫി. തേജൽ ബിഫി എൻ്റെ ഗസ്റ്റാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് തേജൽ ബിഫിയുടെ ഒരു കെയർ ടേക്കറായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ തേജൽ, ഹൗ ഗുഡ് യു ഫീൽ ഇവിടെ? എങ്ങനെയുണ്ട്? I feel good. I feel very good, better after coming here. ഞാനിവിടെ വന്ന ശേഷം കുറേ തെറ്റിദ്ധാരണകൾ എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ അവസ്ഥയെക്കുറിച്ച്. ബേസിക്കലി അതെല്ലാം മാറി കിട്ടി. കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റി എനിക്ക് മനസ്സിലായി. എൻ്റെ അവസ്ഥ അനുസരിച്ച് ഞാൻ പറയാതെ തന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ വിസിറ്റും ചെയ്യിപ്പിച്ചു, പാലിറ്റീവ് കെയർ ചെയ്യിപ്പിച്ചു. പിന്നെ അവസ്ഥ മനസ്സിലായ ശേഷിക്ക് എൻ്റെ ആവശ്യമുള്ള കൂതാശകൾ, എൻ്റെ വിശ്വാസം പ്രമാണിച്ച് ദൈവം എനിക്ക് നിക്ഷേപിച്ച് വിശ്വാസം പ്രമാണിച്ച് അത് എല്ലാം നൽകി എനിക്ക് നല്ല കെയർ തരുന്നു. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പേഴ്സണലി ചോദിക്കാനുള്ളത്, ഈ ജീവിതത്തിനെ എങ്ങനെയാണ് തേജൽ ഇതുവരെയുള്ള ജീവിതത്തിനെ നോക്കിക്കാണുന്നത്? My life has been wonderful. It has been very colorful and it has been like a flowers in the garden. ഞാൻ ഇന്ന് പുറയിലോട്ട് നോക്കുമ്പോൾ 50. ആരൊക്കെയായിരുന്നു പേരൻസ്? ആരായിരുന്നു? എത്ര മക്കളുണ്ടെന്നുള്ളത്? ഐസക് ജോസഫ്, മിസ്റ്റർ ഐസക് ജോസഫ്, മിസ്സസ് കത്രീന ഐസക്, മൈ ബ്രദർ മാക്സിൻ ഐസക്. 4 മക്കളാണോ? ഞങ്ങൾ 2 മക്കൾ, ബ്രദർ ആൻഡ് മീ ആൻഡ് പാരൻസ്. എൻ്റെ ഫാദർ വർ ക്ലോസ് നിറ്റ് ഫാമിലി, മദർ ഓൾസോ, എൻ്റെ റിലേറ്റീവ്സ് ഓൾസോ, ഞങ്ങളുടെ ബന്ധുക്കാർ. മൈ ലൈഫ് വാസ് ബ്യൂട്ടിഫുൾ. മൈ പാരൻസ് ലവ്ഡ് മീ എ ലോട്ട്. ഞാൻ ഒത്തിരി ഷാട്ടാൻ കാണിച്ചുണ്ട്, ബ്രദറിനെ ശല്യപ്പെടുത്തിയുണ്ട്. പക്ഷേ അവരെല്ലാവരും എന്നെ ഒത്തിരി സ്നേഹിച്ചു. എല്ലാം എനിക്കൊരു നല്ല ലൈഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കുറവ് പറയാനോ ഒന്നുമില്ല. ഈ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തത് ജീവിതത്തിൽ എന്താ പറയുക, അതിനെങ്ങനെയാണ് അതിനെ ഉൾക്കൊണ്ടത്? ആദ്യം ഞാൻ പറഞ്ഞോട്ടേക്ക്, കല്യാണം കഴിച്ചും ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ ഹസ്ബൻഡും പിള്ളേരെയും എല്ലാവരെയും സ്നേഹിച്ചു. എനിക്കറിയാവുന്ന രീതി എൻ്റെ പാരൻസ് ചെയ്ത പോലെ. അതിൻ്റെ കുറ്റവും കുറവും ഉണ്ടെങ്കിൽ എനിക്ക് ക്ഷമയാം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന് വെച്ചാൽ എൻ്റെ ഈശോ എൻ്റെ കൈ വിട്ടില്ല. എനിക്ക് വിശ്വാസമില്ലാതെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ എൻ്റെ എല്ലാ കാര്യത്തിനും ഈശോ ഉണ്ടായിരുന്നു. രണ്ടാമത്തേന്ന് വെച്ചാൽ എനിക്ക് സങ്കടം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ വിശുദ്ധിയോ ഉദ്ദേശിച്ചതുപോലെ എളിമയോ ആയിട്ട് ഈശോ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയതാണ്. പിന്നെ ക്യാൻസർ, എന്നെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ ഒരു അനുഗ്രഹമായിരുന്നു. ടു ബി ഓണസ്റ്റ്, ഞാൻ കുറച്ച് ഉലമാലങ്ങളിൽ പ്രശ്നങ്ങളിലായിരുന്നു. അപ്പം എന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആ പ്രശ്നങ്ങളിലേക്ക് അടുത്താലും ക്യാൻസർ പ്രിഫറബിൾ ആയിരുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ അന്നേ എൻ്റെ ആരും വിചാരിക്കത്തില്ല. പക്ഷേ ഈ രോഗാവസ്ഥയിൽ സ്വന്തം ആത്മാവിന് സൗഖ്യം കിട്ടാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ സൗഖ്യം കിട്ടാമെന്നൊക്കെ ചെയ്തുണ്ട്, പ്രാർത്ഥിച്ചുണ്ട്. പക്ഷേ തെറ്റുകളും ഒത്തിരി പറ്റിയുണ്ട്. പക്ഷേ മിസ്റ്റർ ബേബി, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈശോ എന്നെ ഇങ്ങനെ കൈവള്ളേ. ഞാൻ ഇവിടെ എത്തിയതും മനുഷ്യർ സഹായം, ദൈവ സഹായം. എൻ്റെ ഈശോ എന്നെ ഓരോ സ്ഥലത്ത് എൻ്റെ എല്ലാ ആവശ്യങ്ങളിനെയും കൈവെള്ള വെച്ച് നടത്തിയുണ്ട്. എനിക്ക് ചിലപ്പോൾ തൃപ്തിയായില്ലായിരിക്കും, പക്ഷേ ഓൾ സൈഡ് ആൻഡ് ഡൺ. പ്രിയപ്പെട്ടവരെ, ഞാനീ ചെയ്യുന്നത് ഒരു പെയ്ഡ് സർവീസാണ്. ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സ് ഇതിനുണ്ടെങ്കിൽ തന്നെ ഇതൊരു പെയ്ഡ് സർവീസാണ്. പക്ഷേ നമുക്ക് പലപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു റെമ്യൂണറേഷനെ ആശ്രയിച്ചോ അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചല്ലല്ലോ ഒരു വ്യക്തിനെ നോക്കിക്കാണും. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് തേജലിന്. അപ്പോൾ തേജലിന് ഒരുപാട് കേസുകൾ കാര്യങ്ങളൊക്കെ കോടതിയിൽ നടക്കുന്നുണ്ട്. ഐ ജസ്റ്റ് വാണ്ട് ടു ഹെൽപ്പ് ഹർ ടു സെറ്റിൽ ദാറ്റ് തിങ്സ്. അതായത് നമ്മൾ കേസുകളെല്ലാം പിൻവലിക്കാൻ തീരുമാനിച്ചു അല്ലേ തേജൽ? തീർച്ചയായിട്ടും.
ഇപ്പോൾ ഈ ലൈഫിൽ ഞങ്ങളെടുത്ത വലിയ ഒരു തീരുമാനമാണ് ഈ കേസുകൾ പിൻവലിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇനിയുള്ള തേജലിൻ്റെ എല്ലാ അസറ്റ്സും ഇൻ മൈ പോയിൻ്റ് ഓഫ് വ്യൂ അത് തേജലിൻ്റെ ഭർത്താവിനും മക്കൾക്കും എത്തിച്ചേരും. അവരാണ് അതിൻ്റെ ഡിസർവഡ് ആയിട്ടുള്ള അവകാശികൾ. അപ്പോൾ അവർക്ക് എത്തിച്ചേരും. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തേജലിനെ സംബന്ധിച്ച് തേജലിൻ്റെ മനസ്സിനെ ഞാൻ വളരെ അധികം മനസ്സിലാക്കുന്നു. അതായത് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഒന്ന് ഹീലിംഗ് ഡേയ്സാണ്. നമുക്ക് ആരോടും വൈരാഗ്യം വേണ്ട, ആരോടും ദേഷ്യം വേണ്ട. നമ്മളൊരു കേസുകൾ ഇനി നടത്താൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കണം. ദൈവത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങളുള്ളൂ. നല്ലൊരു സൺറൈസ് കാണണം, അല്ലെങ്കിൽ നല്ല സൺസെറ്റ് കാണണം, നല്ല പൂവുകൾ കാണണം, വെളിച്ചം കാണാൻ പറ്റണം. അപ്പോൾ ചെറുതായിട്ട് ബ്ലൈൻഡ്നെസ് വരുന്നുണ്ടെന്ന് തോന്നണല്ലേ? എനിക്ക് ഇടയ്ക്ക് ഇവിടെ വന്ന ഉടനെ ഞാൻ ചോദിക്കാത്തന്നെ ഇവർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. കാരണം അതുപോലെ പ്രശ്നവും ചുമയുമായിട്ട്. പിന്നെ ഒരു ദിവസം റൈറ്റ് കണ്ണിൽ കോൺസ്റ്റിപ്യൂഷൻ ആയപ്പോൾ ബ്ലൈൻഡ്നെസ് പകുതി മുക്കാലുമായി. പക്ഷേ ഞാൻ വിചാരിച്ചു പെയിൻ ആൻഡ് പാലറ്റീവ്, ഇവർ ഉടനെ ഓൺകോളജിസ്റ്റിനെ കാണിച്ചു, സംസാരിച്ചു. ജയരാജൻ സാറിനെ വിളിച്ച് അത് കൺസൾട്ടേഷൻ എടുത്തിരുന്നു. അപ്പം നമുക്ക് എന്ത് തരത്തിലായിരുന്നു തേജലിൻ്റെ ഈ ദിവസങ്ങളിൽ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അത് എത്രത്തോളം ഇതെന്നുള്ളത് ദൈവം മാർക്കിടേണ്ട ഒരു കാര്യമാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ജോലിയാണ്. സാധാരണ നമ്മളൊരു കൺസൾട്ടേഷൻ എടുക്കുന്ന പോലെയല്ല. നമ്മളൊരു വ്യക്തിയെ തയ്യാറെടുക്കുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആക്കാനായിട്ട്. അപ്പോൾ അവർക്ക് ക്ഷമിക്കാനുണ്ടോ? അപ്പോൾ ഞങ്ങൾ സാക്രമെൻ്റ് ഓഫ് കൺഫെഷൻ നടത്തി. പിന്നെ കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ചു. എല്ലാവരോടും രമ്യപ്പെടാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാം സെറ്റിൽ ചെയ്യുകയാണ് ലൈഫിൽ. അപ്പം തീർച്ചയായിട്ടും. അപ്പോൾ ഇനി എന്തെങ്കിലും സാമ്പത്തിക കടങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റിൽ ചെയ്യണം. അതേപോലെ തന്നെ ഇനി ഉള്ള ഒരു എന്താ പറയുക, നമ്മുടെ അപ്പനമ്മയൊക്കെ മരിച്ചു പോയ ആൾക്കാരാണ്. അവരുടെ അടുത്തേക്കാണ് നമ്മൾ ചെല്ലണത്. അപ്പോൾ അത് എന്താ പറയുക, നമ്മളൊരു പ്യുവർ ഹാർട്ടായിട്ട് ചെല്ലണം. അപ്പോൾ ഞാൻ മറന്നത്. പിന്നെ ബീഫിയുടെ എൻ്റെ ഇൻലോസും ഉണ്ട്, മദർ ഇൻ ലോ ഉണ്ട്. എനിക്ക് എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ. ഞാൻ ചിലപ്പം പ്രകടിപ്പിച്ച രീതിയോ അതെ വ്യാഖ്യാനിച്ച രീതിയോ തെറ്റുപറ്റിയാണ് ക്ഷമിച്ചു വയ്ക്കാം. നമുക്ക് ഈ ദിവസങ്ങളിൽ വളരെ ശാന്തമായിട്ടിരിക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പ്രിപ്പയർ ചെയ്യാണ് ലൈഫിലെ കാര്യങ്ങൾ സെറ്റിലാക്കാനായിട്ട്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൻ്റെ അവസാനത്തേക്ക് പോകാനായിട്ട് ഒരാളും നിൽക്കരുത്. ആരെങ്കിലോടും സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യുക. ആരോടെങ്കിലും രമ്യപ്പെടാനുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് സെറ്റിൽ ചെയ്യുക. നമുക്കറിയില്ല നമുക്ക് ഈ ലോകത്ത് എത്ര നാൾ ബാക്കിയുണ്ടെന്നുള്ളത്. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ എനിക്ക് സഹായിക്കാൻ പറ്റും. ഇവിടെ കോടിക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തുണ്ട്. എന്നാൽ തന്നെ എന്താ പറയുക, ഒരു കെയർ ടേക്കർ ബൈ സ്റ്റാൻഡറായിട്ടുള്ള എൻ്റെ ഒരു നല്ല സർവീസ് കൊടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തേജലിൻ്റെ അവസാനം വരെ ഞങ്ങൾ ഇഫ് ഷീസ് എയർലി ഡിസ്മൈസ് ആണെങ്കിൽ തന്നെ ഞങ്ങൾ അവരെ ആ ഒരു ടൈം വരെ കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതൊരു തേജലിന് എന്തിട്ട് പറയാനുള്ള, ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി വരാൻ പോണ തലമുറയിലെ കുട്ടികളോട് എന്താ പറയാനുള്ളത്? Love, live your life and let go a lot of things. Don't keep a hard heart. എല്ലാവരും സ്നേഹിക്കുക. നിങ്ങൾ ഹൃദയം കഠിനമാക്കി വെക്കുക. ഹൃദയം കഠിനമാക്കി ജീവിച്ചാൽ അതൊരു ശരിയാവില്ല. ലവ്, ലീവ് and let go and be happy. പക്ഷേ അത് റൈറ്റ് വേയിൽ ബി ഹാപ്പി, നോട്ട് എ റോങ് വേ. ദർ ഈസ് റൈറ്റ് ആൻഡ് റോങ്. അതെ, നിങ്ങളുടെ മനസ്സാക്ഷിക്ക് അറിയാൻ പറ്റും നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിലാണോ പോകണമെന്നുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ സന്തോഷം അനുഭവിച്ച് ഈ ലോകത്ത് റൈറ്റിയസ് ആയിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത ഒരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.